നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും കോമഡി മാസ്റ്റേഴ്സിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ വിഷു ഓൾറെഡി ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. വിഷുവിന്റെ തയ്യാറെടുപ്പിലാണ് നിങ്ങൾ എല്ലാവരും എന്ന് പറയാം. അപ്പൊ എല്ലാവർക്കും നല്ലൊരു വിഷു ഞാൻ ആശംസിക്കുകയാണ്. ശരിക്കും ഈ വിഷു ആയി കഴിയുമ്പോൾ എന്റെ ഏറ്റവും വലിയൊരു ഹാപ്പി മൊമെന്റ് എന്ന് പറയുന്നത് എന്താ അറിയോ, നമ്മൾ പിള്ളേർ സെറ്റിന് ഏറ്റവും കൂടുതൽ പോക്കറ്റ് മണി കിട്ടുന്ന ഒരു ദിവസമാണ് വിഷു അല്ലെ. വിഷു കൈനീട്ടം കിട്ടുന്ന ഒരു ദിവസം. അപ്പൊ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എന്റെ മാസ്റ്റേഴ്സ് ഒക്കെ എനിക്ക് കൈ നിറയെ കൈനീട്ടം തരുമെന്നിങ്ങനെ എന്താ പറയുന്നത്, ഫുൾ ഡ്രീമിലും ഹോപ്പിലും ഒക്കെ ആയിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. അപ്പം ഞാൻ മാത്രമല്ല ഇന്ന് ഫുൾ ഒരുങ്ങി വന്നിരിക്കുന്നത്. നമ്മുടെ മാസ്റ്റേഴ്സും ഉണ്ട്. നമുക്ക് അവരെയും കൂടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം നാദിക, പക്രു ചേട്ടാ ആൻഡ് നമ്മുടെ സ്വന്തം മല്ലിക ചേച്ചി. ഹാപ്പി വിഷു. അപ്പൊ കൊച്ചുപോലെ മോന് കൊച്ചുപോലെ ഹാപ്പി വിഷു. ഹാപ്പി വിഷു എന്നല്ല, ഞാനൊരു കാര്യം പറയട്ടെ. ഇവിടെ ഞാൻ എന്റെ ഇൻട്രൊഡക്ഷൻ ഞാൻ ശ്രദ്ധിച്ചു. എന്താണെങ്കിലും വിഷു ആശംസകൾ എന്ന് പറയണം. വിഷു ആശംസകൾ. വിഷു ആശംസകൾ. വിഷു ആശംസകൾ. വിഷു ആശംസകൾ. അടുപ്പിച്ചു പറ. ഈ ചേട്ടൻ എല്ലാ പ്രിയപ്പെട്ട മലയാളി സഹോദരങ്ങൾക്കും എന്റെ വിഷു ആശംസകൾ. എല്ലാ പ്രിയപ്പെട്ട മലയാളികൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ, ഹൃദയം കൂടെ ഞാൻ ചേർത്തെ, ബാക്കി ആലോചിച്ചെടുക്കാനായിരുന്നു, പക്ഷെ അത് മറന്നുപോയി. ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. കറക്റ്റ് അല്ലേ? അതൊക്കെ പോട്ടെ. കൈനീട്ടം 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 കൈനീട്ടം. ചേച്ചിയാണോ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി എന്നെ വിടുവോ? ഇല്ല, താങ്ക് യു. പഴയ കാലത്ത് പ്രായം ചെന്ന അമ്മമാര് അപ്പൂപ്പന്മാരൊക്കെ കുളിച്ച് ഒരു കുറിയൊക്കെ ഇട്ടൊരു ചാരുകസേരയിൽ എങ്ങനെ ഇരിക്കും. ചില്ലറ പൈസ വെച്ച് ചെല്ലും, തരും. ഇന്നിപ്പോ പാവം എൻ്റെ അച്ഛനൊക്കെ പരിഹിതര വരെ ചെല്ലുമ്പോ 10 രൂപയൊക്കെ എടുത്തത് ഞങ്ങൾക്കൊക്കെ പുച്ഛം. അയ്യടാ 10 ഉലുവ ആർക്ക് വേണം അച്ഛാ? ഇതിന് എത്ര വേണം? ഞങ്ങൾ ഇത്ര പേരെല്ലാം ഉള്ള അച്ഛാ, അവർ 100 രൂപ വെച്ചൊക്കെ തരാം. ആ പോട്ടെ, ശമ്പളം കിട്ടിയ മനസ്സിലിങ്ങനെ വേദനിച്ചുകൊണ്ട് 100 വെച്ച് തരും. ഇന്നിപ്പോൾ എൻ്റെ കൊച്ചുമക്കൾ എൻ്റെ അടുത്ത് തന്നെ, എന്തോന്നാ എൻ്റെ അച്ഛമ്മേ 100 രൂപയ്ക്ക് എന്തോ കിട്ടാനാ? ഒന്നും കിട്ടത്തില്ല, 500 എങ്കിലും വേണമെന്ന് ഞാൻ ആലോചിച്ചു. അച്ഛൻ്റെ പ്രാക്കായിരിക്കും സത്യമായിട്ടും. അല്ല ചേച്ചി, ശരിക്ക് കോയിൻ കയ്യിൽ വെച്ച് കൊടുക്കുക എന്ന് പറയുന്നത് അതാണ്. അല്ലാണ്ട് നോട്ട് കൊടുക്കുക എന്നല്ല, കൈനീട്ടം. എല്ലാ കൈനീട്ടങ്ങളും അങ്ങനെയാണ്. നമ്മളുടെ അതായത് ഒരു കോയിൻ നമ്മളുടെ കയ്യിൽ ഉള്ള കയ്യിൽ വെച്ച് തരുമ്പോൾ അതൊരു പോസിറ്റീവ് എനർജി. അതാ സത്യം, അതാണ് വളരെ ശരിയാ പറഞ്ഞത്. അതാണ്. ആദ്യത്തെ സെഗ്മെന്റ് ആയിട്ട് നമ്മൾ എന്താണ് വിഷു കൈനീട്ടം എന്നുള്ള കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അങ്ങോട്ടേക്ക് ബാക്കി മേളം തുടങ്ങാൻ പോവാണ്. ഡാൻസ് നമ്മൾ ഓൾറെഡി കണ്ടു. എന്തായാലും നമുക്ക് നമ്മുടെ സ്വന്തം മല്ലിക ചേച്ചി, ഇന്ന് മല്ലിക അമ്മ എന്ന് ഞാൻ പറയണം. അമ്മ നമുക്ക് കൈനീട്ടം തന്ന സ്ഥിതിക്ക്, ഇത്രയും സ്നേഹത്തോടെ തന്ന സ്ഥിതിക്ക്, സാധാരണ വിഷു എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടി എത്തുന്ന ആ മഞ്ഞപ്പൂവിന്റെ പേരെന്താണ്? മല്ലികപ്പൂ. മഞ്ഞപ്പൂവോ? കൊന്നപ്പൂ. കൊന്നപ്പൂ. പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് തന്നെയാണ്. പിന്നെ ഉദ്ദേശിച്ചത് കൊന്നപ്പൂ പോലെ പവിത്രമായ, നിഷ്കളങ്കയായ, ഒരു എല്ലാവരും ബഹുമാനപൂർവ്വം സ്നേഹപൂർവ്വം നോക്കുന്ന ഒരു പുഷ്പം അല്ലേ? ഒരു പുഷ്പം. പക്ഷെ ഈ പുഷ്പം അത്ര സിമ്പിൾ പുഷ്പമല്ല. അല്ല, നല്ലതാണ്. കാരണം ഈ മല്ലികപ്പൂ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടിയ നല്ലൊരു പൂ ആയതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് സ്നേഹം കൊണ്ട് അങ്ങ് നിറയ്ക്കാൻ പോവാ. യോ, അത് പാട്ടിന്റെ രൂപത്തിലാ. എന്റെ 2 മക്കളും എവിടെ ഇരിക്കുന്നത് കേൾക്കണം. കണ്ടു, ഞങ്ങൾ ഊഞ്ഞാലൊക്കെ ഉണ്ട്. ഇനിയിപ്പോ അതെല്ലാം ഊഞ്ഞാൽ ആടി കേൾക്കണമെന്ന് വെച്ചാൽ അതും ഞങ്ങൾ ചെയ്തു തരും. ഇത് കാണിക്കും, ഞാൻ കാണിച്ചിരിക്കും. അവിടെ കണ്ടിട്ട് പോയാൽ മതി. കറക്റ്റ്. അപ്പൊ നാദിക ചേച്ചിയുടെ പേരുകൾ കണ്ടാണ് ഒരുപാട് പാട്ടുകൾ, കവികൾ എഴുതിയത്. അല്ല, ഒരുപാട് പേര്, തമ്പിച്ചേട്ടൻ, വിച്ചു തിരുമല, ഇതൊക്കെ എഴുതിയിട്ട് എന്നെ പറഞ്ഞിട്ടുണ്ട്. വിച്ചു തിരുമല എടുത്ത് പറഞ്ഞു, ഞാൻ പണ്ട് കോളേജ് പഠിക്കുന്ന കാലത്ത് ഈ ഇടയ്ക്കാണ്ട് ഞാൻ വായിച്ചത്. ഞാനിങ്ങനെ നടന്നു പോകുന്ന കണ്ട് ഞാൻ പ്രേമിച്ചിട്ടുണ്ട് ഒരു കാലത്ത് ഈ കൊച്ചിനെ. അപ്പൊ എഴുതിയ ഈ പാട്ടത് ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്റെ പൊന്നു ചെയ്തേ പാവം. അത് മറ്റേ തമ്പിസാർ എഴുതിയ പാട്ട് ഇതാണ്, മല്ലികാ ബാണന്റെ മല്ലികപ്പൂവിൻ മധുരഗന്ധം. മല്ലികപ്പൂവിൻ. അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. മല്ലികപ്പൂവിൻ മധുരഗന്ധം നിന്റെ മന്ദസ്മിതം തൂകും ഒരു വസന്തം. മല്ലികപ്പൂവിൻ മധുരഗന്ധം നിന്റെ മന്ദസ്മിതം തൂകും ഒരു വസന്തം.
മാലാഖകളുടെ മാലാഖ നീ മമ ഭാവനയുടെ ചാരുതീ. ഓക്കെ, ഇനി ചേച്ചിയുടെ പേരുള്ള വേറൊരു പാട്ട്. വേറൊരു പാട്ട്. അയ്യോ, മാർഗഴിയെ മല്ലികയെ മന്ദാര പൂങ്കുരുവിയെ, മാർഗഴിയെ മല്ലികയെ മന്ദാര പൂങ്കുരുവിയെ, മഞ്ഞളും പൂശിവ വന്നിതാ നിന്റെ മച്ച, വില്ല് വച്ചൊരു വണ്ടിക്ക് സ്വന്തക്കാരന്താൻ. മഞ്ഞളും പൂശിവ വന്നിതാ നിന്റെ മച്ചാൻ, വില്ല് വച്ചൊരു വണ്ടിക്ക് സ്വന്തക്കാരന്താൻ. ഋതത്തിലുള്ള പാട്ടുകളുണ്ട് നമ്മുടെ അല്ലേ? ആ അതെ, ഇത് പാടാം. ശരി വിട്ട്. ഏതൊക്കെ? കാലങ്ങളിൽ അവൾ വസന്തം, കലകളിലെ അവളോവിയം, പാദങ്ങളിൽ അവൾ മാർഗഴി, മലർകളിലെ അവൾ മല്ലിക. ചേച്ചിയുടെ പാട്ട് ഞാൻ ചേച്ചിയെ കൊണ്ട് തന്നെ പാടിച്ചു. അപ്പം നന്നായിട്ട് തന്നെ നമ്മൾ അങ്ങനെ പാടി ഉല്ലസിച്ച് നമ്മുടെ ഷോ അവിടെ ആരംഭിക്കാൻ പോവുകയാണ്. ഒരിക്കൽ കൂടി എല്ലാരെയും സ്വാഗതം ചെയ്യുന്നു. ആൻഡ് വിഷു ആശംസകൾ പറഞ്ഞോളൂ. എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കും ഞങ്ങളുടെ എല്ലാവരുടെയും കോമഡി മാസ്റ്റേഴ്സിന്റെ ഈ ഇരിക്കുന്ന ഞങ്ങളുടെ എല്ലാ ടെക്നീഷ്യൻസിന്റെയും ആർട്ടിസ്റ്റുകളുടെ എല്ലാവരുടെയും പേരിൽ ഞങ്ങളുടെ ഹൃദയം തുറന്ന് മനസ്സ് നിറഞ്ഞ വിഷു ആശംസകൾ. നമ്മൾ എപ്പിസോഡ് തുടങ്ങുമ്പോൾ സാധാരണ ബ്രേക്കാണ് പറയാൻ പോകുന്നത്. പക്ഷെ അതിനു മുമ്പ് എനിക്കൊരു കാര്യം പറയാണ്ട്, പ്രേക്ഷകരെ ഈ ഒരു ഫുള്ള് സെറ്റപ്പ് ആയിട്ട് ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറയാൻ പോവാണ്. ഇനി ഞങ്ങൾ വരുമ്പോൾ പുതിയ ഭാവത്തിലും പുതിയ രൂപത്തിലും ആയിരിക്കും ഞങ്ങൾ വരാൻ പോകുന്നത്, അല്ലേക്കാ? അതായത് നെക്സ്റ്റ് എപ്പിസോഡ് തൊട്ട് അതെ വരുന്നത് ഒരു പുതിയ രൂപത്തിലും ഭാവത്തിലാണ്. അത് ബാക്കി തന്നെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ ഫോർമാറ്റിൽ വരുന്ന ഞങ്ങളുടെ കോമഡി മാസ്റ്റേഴ്സിൽ ആ പ്രോഗ്രാമിന് ഇന്ന് വരെ ഈ വേദിയിൽ നിങ്ങൾ കാണാത്ത തരത്തിലുള്ള ഒരുപാട് പ്രതിഭകളെ കണ്ടെത്താനുള്ള ഒരു വഴിയാണ് ഒരുക്കിയിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് വളരെ ജനകീയമായിട്ടുള്ള ഒരു മത്സരവേദി തന്നെയായിരിക്കും. ഒത്തിരി പ്രതിഭകൾ നിങ്ങളെ കാണാൻ നമുക്ക് വേണ്ടി ഈ വേദിയിൽ മാറ്റുരയ്ക്കുന്ന വേദിയാണ്. തീർച്ചയായിട്ടും ഇപ്പോൾ നിങ്ങൾ കണ്ടതൊരു ട്രെയിലർ ആണെങ്കിൽ ഇനി വരാൻ പോകുന്നതാണ് സിനിമ. അതെ, അത് മാത്രമല്ല ഇതിപ്പോ ഞങ്ങൾ ചെറുതായിട്ടൊന്ന് പറഞ്ഞു വെച്ചെന്നുള്ളൂ. കാണാൻ പോകുന്ന പൂരം നമ്മൾ ഇപ്പോഴേ പറയുന്നില്ല, അത് നിങ്ങൾ കണ്ടു തന്നെ മനസ്സിലാക്കണം. എന്നാലും നമുക്കിപ്പോൾ ഒരു ചെറിയ ബ്രേക്കിലേക്ക് പോവാം. കേട്ടില്ലടാ? ഞാൻ കേട്ടിട്ട് കാര്യമുണ്ട് സാറേ. എന്നാ വായി നോക്കി നിൽക്കാണ്? എത്ര നേരം കൊണ്ട് ഫോൺ ബെല്ലടിക്കാണ്? എന്താണ് ഫോൺ എടുത്താല്? മര്യാദ കലക്കി ഞാൻ തൊപ്പി തെറിപ്പിക്കും കേട്ടോ. തൊപ്പി സാറ് വേണമെങ്കിൽ തൊപ്പ് തെറിപ്പിച്ചോ, ഇങ്ങനെ തുപ്പളി തെറിപ്പിക്കല്ലേ സാറേ? എന്തോന്നിത്? അത് ശരി, കളിയാക്കാണല്ലേ? പരിഹാസം അടിച്ച് നിന്നാ മതിയല്ലോ. ഡ്യൂട്ടി സമയത്ത് ഫോൺ ബെല്ലടിക്കുന്ന ശബ്ദം എത്ര നേരമായിട്ട് കേൾക്കാണ്? ദേ ഫോൺ അടിക്കുന്നു. സാറെടുത്തു. ഹലോ ഹലോ ആ ഹലോ, പോലീസ് സ്റ്റേഷൻ ആണോ? അതെ, പോലീസ് സ്റ്റേഷൻ ആണല്ലോ. അവിടെ ക്ലോക്ക് ഉണ്ടോ? ക്ലോക്ക് ഉണ്ട്. അത് ഓടുന്നുണ്ടോ? പിന്നെ നല്ല കണ്ടീഷനായിട്ട് ഓടുന്നുണ്ട്. എന്നാ അത് പിടിച്ചു നിർത്തിക്കോ, അല്ലെങ്കിൽ ഇറങ്ങി ഓടിക്കളെ. ആരാ നീ? ആരാ നീ? നീ കളിയാക്കാൻ വിളിച്ചാണോ? അതെ. നീ എവിടെ നിൽക്കുന്നേ? ഞാൻ എവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ട് എന്നെ വന്ന് പിടിക്കാനല്ലേ? പിന്നെ അല്ല, നിനക്ക് ഒന്നൊരു ഉമ്മ തരാടാ. നീ എവിടെ നിൽക്കുന്നു പറയടാ. പറയത്തില്ല. പറയത്തില്ലേ? ആരായിരുന്നു സാറേ? ഒരുത്തൻ എന്നിട്ട് പറ്റിക്കാൻ വിളിച്ചായിരുന്നു. കൊറേ നേരമായിട്ട് എന്നെ പറ്റിക്കോ, അതാ ഞാൻ ഫോൺ എടുക്കാത്തത്. പറ്റിച്ചായിരുന്നു. പിന്നല്ല, അത് ശരി. കുറെ എണ്ണം അങ്ങ് ഇറങ്ങിയിട്ടുണ്ട് സാറേ. ഇവന്റെയൊക്കെ ടവർ കണ്ടുപിടിച്ച് നമുക്ക് പൊക്കണം. അതിന് അവൻ ലൊക്കേഷൻ പറഞ്ഞില്ലല്ലോ. ലാൻഡ് ഫോണിലല്ലേ വിളിക്കുന്നു. സുമയെടുക്ക്. സാറെട് സുമയെട്. സാറെട്. ഹലോ 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 ഹലോ, പോലീസ് സ്റ്റേഷൻ ആണോ? അതെ, പോലീസ് സ്റ്റേഷനാണ്. അവിടെ ക്ലോക്ക് ഉണ്ടോ? അവിടെ ക്ലോക്ക് ഉണ്ടോ? ക്ലോക്ക് ഇല്ലടാ. എന്താ? എടാ നാറി, നിന്നോട് ഞാൻ പറഞ്ഞില്ലേ അത് ഇറങ്ങി ഓടും, അവിടെ പിടിച്ചു വെച്ചേക്കണമെന്ന്. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? അനുഭവിച്ചോ പോയി? നീ എവിടെ നിൽക്കുന്നു പറയടാ. നീ പറയത്തില്ല. അപ്പന്റെ മോനാണ്. എപ്പോഴാ നീ? ആഹാ, എന്റെ കൈ കിട്ടിയല്ലോ. ഇടിച്ചതിന്റെ കൂമ്പിയാൻ മാട്ടെ കേട്ടോ റാസ്കൽ. കുറെ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. പറ്റിക്കാൻ വേണ്ടിട്ട് എടുക്കുവോ സാറേ? പറ്റിക്കാൻ വേണ്ടിട്ട് സാറേ, ഒരു പരാതിക്കാരൻ വന്നിട്ടുണ്ട്. കുറെ നേരമായിട്ട് വന്ന് നിൽക്കുക. പരാതിക്കാരനോ? വീട്ടിൽ ഇരുന്ന് ഭാര്യയുടെ പരാതി കേട്ട് മടുത്തിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പൊ വിളി. എന്റെ അവസ്ഥ എന്തോ സാറ് പറഞ്ഞാൽ തോന്നുന്നു സാറിന് മാത്രമേ ഉള്ളൂ. എടാ കേറി വേണോ?
ഇവിടെ വെള്ളം കിടക്കുന്നത് ഒരു സ്റ്റേഷനിലോട്ട് കയറി വരുമ്പോ ഇങ്ങനെയാണോ വരുന്നത്? അല്ല സാറേ, അല്പം മര്യാദയ്ക്ക് വരാൻ പാടില്ല. ഈ രണ്ട് കയ്യിൽ സാധനം ഇരിക്കണോണ്ടോ അത് രണ്ട് കൈ സാധനം ഇരിക്കുന്നു. ഞാൻ അടിച്ചു തരാനോ? ഒന്ന് അടിച്ചത് അയ്യോ സാറേ അവന്റെ മുണ്ടടിക്കാൻ ഞാനേ പിന്നെ ആരെങ്കിലും എന്റെ കയ്യിൽ സാധനം ഇരിക്കണുണ്ടല്ലേ ഇവരൊക്കെ മനസാക്ഷി ഇല്ലാത്ത ആൾക്കാരാണ്. ആ അതാണ് ഓക്കെ സാറേ എനിക്ക് ഒരു ചെറിയ ഓക്കെ. ഇത് ആദ്യമേ അതുകൊണ്ട് താത്ത് വെച്ചിട്ട് നിനക്ക് മുണ്ടടിച്ചു തരാൻ പാടില്ലായിരുന്നു. അപ്പൊ മുണ്ടഴിക്കണ്ടേ? മുണ്ടഴിച്ചാലേ ഇത് വെക്കാൻ പറ്റുള്ളൂ. ബഹുമാനത്തോടുകൂടി വെക്കേണ്ട സാധനമല്ലേ ഇത്? നിനക്ക് എവിടുന്നാണ് കുറ്റിയും പറിച്ചോണ്ട് കയറി വരുന്നത്? എന്താ നിന്റെ പ്രശ്നം? സാറേ നാളെ വിഷു. വിഷു ആൾ ദ ബെസ്റ്റ്. അതല്ല, പിന്നെ വിഷുവായിട്ട് എനിക്കൊരു പരാതി പറയാൻ വേണ്ടി വന്നാ. എന്നെ ഒന്നും സഹായിക്കണം. എന്താ പരാതി എന്ന് പറ. സാർ വിഷുവിന് ഞാന് ഒരു 1000 രൂപ പടക്ക ആ മുരുക ഫയർ വർക്സിൽ നിന്ന് മേടിച്ചു. അതിന് ഒരു ഒറ്റ എണ്ണം പൊട്ടണില്ല. പൊട്ടുന്നില്ലേ? സൗണ്ട് കേൾക്കുന്നില്ല പടക്കത്തിന്. വീട്ടിൽ ആകെപ്പാട് പ്രശ്നം. എന്താ പ്രശ്നം വീട്ടില്? വീട്ടിലെന്ന് പറഞ്ഞാൽ അവള് കുടുംബശ്രീയുടെ പൈസ അവിടെ വെച്ചിരുന്നത് 1000 രൂപ നിന്ന് അടിച്ചു മാറ്റിയാണ് ഞാൻ ഈ പടക്കം മേടിച്ചത്. ആകെപ്പാട് വർഷത്തിലൊരു വിഷു പൊട്ടുമ്പോ ഇങ്ങനെ ചെവിന്ന് ഇങ്ങനെ സൗണ്ട് ഒക്കെ കേട്ടല്ലോ നമുക്കൊരു ഒരു അർമാദിക്കാൻ പറ്റുള്ളൂ, ത്രില്ല് കിട്ടുള്ളൂ. പടക്കം പൊട്ടിക്കുമ്പോ ഇവന്റെ ചെവിന്ന് എന്നാലേ ഇയാൾക്ക് സംതൃപ്തി കിട്ടത്തുള്ളതാ പറയുന്നത്. എന്നാലും സാറേ അതിനൊരു സുഖം ഉണ്ടാവുള്ളൂ. പടക്കം നിന്നോട് ചോദിച്ചോ ഇത് വല്ലോ? ഇവന് അഭിപ്രായം ഉണ്ടല്ലോ ഇത് നമ്മള് ഞാൻ ഇത് കാണിച്ചു തരും. ഇതിപ്പം പീടി ഉണ്ടാവോ സാറേ? അയ്യോ ഇവിടെ പൊട്ടിക്കാൻ പോന്നോ? പടക്കം പൊട്ടിക്കാൻ പോകണം. ഒച്ച കേൾക്കണ്ടേ സാർ? സാറെ ഒന്ന് കാണണം, സാറിനെ സാക്ഷ്യപ്പെടുത്തണ്ടേ ഇത്? ശരിയാ. നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ 1000 രൂപയുടെ പടക്കം മേടിച്ചാണെന്ന് സാർ ഓർക്കണം. സാധാരണ നമ്മളൊരു പടക്കം പൊട്ടിക്കുമ്പോൾ ഇങ്ങനെ കത്തിച്ചിട്ടിട്ട് ഇങ്ങനെ ഇട്ടിട്ട് നമ്മൾ ഇങ്ങനെ നിൽക്കേണ്ട സാധനം. ആ സ്ഥാനത്താണ് ഈ പൊട്ടാത്ത പടക്കം നിന്ന് പറ്റിച്ചത്. അത് ശരി, സാറിന് മനസ്സിലാക്കണം. നീഞ്ഞു വാ ഒരു പരാതി എഴുതി തന്നേരെ. പരാതി അന്വേഷിക്കാം, ഞാൻ അന്വേഷിക്കാതെ. അല്ല പൊട്ടാത്ത പടക്കം കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. അതന്നെ. നീ വെള്ളത്തിലെങ്ങാനും കൊണ്ടിട്ടായിരുന്നോ? നല്ല പടക്കമാണല്ലോ, നല്ല സൂപ്പറായിട്ട് പൊട്ടിയല്ലോ. അതെന്ത് പൊട്ടില്ലേ? ഒച്ച സൗണ്ടില്ല. സൗണ്ടില്ലേ? സൗണ്ട് നമ്മൾ ഇങ്ങനെ കേൾക്കണം. നമ്മള് അതിൽ നിന്ന് ഇങ്ങനെ എനർജി ഉണ്ടാവണം. നല്ല ശബ്ദം ഉണ്ടായിരുന്നു. ഇതൊന്നും അല്ല സാറേ. വിഷുവായിട്ട് വർഷത്തിൽ ഒരു ദിവസം വിഷുവും വരും, അതിന് സൗണ്ട് ഇല്ല, പടക്കത്തിന് സൗണ്ട് ഇല്ല. സൗണ്ട് കേൾക്കണം. എനിക്ക് പൈസ മേടിച്ചു 1-2 പടക്കം പൊട്ടിട്ട് കാര്യമുണ്ടോ? അപ്പം അതെ, ആ മുരുകനെ എത്രയും പെട്ടെന്ന് കസ്റ്റഡിയിൽ എടുക്കാനുള്ള പരിപാടി വെക്കും. നിങ്ങൾ വെറുതെ ചുമ്മാ ഞാൻ ചോദിച്ചോണ്ടിരിക്കല്ലേ. ചേട്ടന് വെള്ളം വല്ലതും വേണോ? വേണ്ട. ഇങ്ങനെ അഭിപ്രായം പറയാൻ നിൽക്കുന്നവനെ സാറേ അറിയാണ്ട് അവര് ഞാൻ പെട്ടെന്ന് ആ ഒരു മൂടി കയറിയിരുന്നു പോയതാണ്. അവനോട് എനിക്ക് എന്റെ പൈസ മേടിച്ചാൽ അല്ലെങ്കിൽ പടക്കം തിരിച്ചെടുക്കണം. സാറ് ഒരു പോലീസുകാരൻ എസ് ഐ അല്ലേ സാർ, എന്നെ സഹായിക്കണം. പടക്കം പൊട്ടുന്ന ചെവിന്ന് ഈ എന്നുള്ള സൗണ്ട് കേട്ടാ മതിയല്ലോ. വിഷു അല്ലേ? ഇനി വന്നാട്ടെ എന്നാ സാറേ? എന്തേന്ന്? ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇതാണ് കിട്ടുന്നത്. ഈ സാധനം എനിക്ക് കിട്ടുന്നത്. ഇപ്പൊ പ്രശ്നം തീർന്നില്ലേ? ഇപ്പൊ ഉണ്ട്. അപ്പൊ ഹാപ്പി വിഷു കേട്ടോ. ഹാപ്പി വിഷു. ഓക്കെ. ഇത് എന്തോന്ന് സാറേ ഇത് രാവിലെ ഇറങ്ങിയേക്കുന്നേ? അയ്യോ, അപ്പൊ നാളെ വിഷു ആണല്ലേ? നാളെ വിശ്വാസം. അയ്യോ പൊളിഞ്ഞു. എന്താണ് കാര്യം? എല്ലാ വർഷവും ഞാൻ ഗംഭീരമായ രീതിയിൽ വിഷുക്കണി കാണുന്നതാണ്. ഈ വർഷം അത് നടക്കത്തില്ല. അയ്യോ ഈ വർഷം ഇപ്പം നമ്മൾ ഇവിടെ ആയിപ്പോയില്ലേ? ഇവിടെ പോയി. ഞാൻ ഒരു കാര്യം പറയട്ടെ, എല്ലാ വർഷവും എന്റെ അമ്മ എന്റെ പുറകെ കൂടെ വന്ന് ഞാൻ ഉറങ്ങി കിടക്കുമ്പോൾ കണ്ണ് പൊത്തി ഇങ്ങനെ കൊണ്ടുവന്ന് വിളക്കിന്റെ മുന്നിൽ വന്നാണ് കണി കാണിക്കുന്നത്. ഇപ്പൊ അമ്മ അവിടെ അല്ലേ, ഞാൻ ഇവിടെ അല്ലേ, ഡ്യൂട്ടിയിലല്ലേ. നാളെ നേരം വിളക്കുമ്പോ വിഷുക്കണി കാണണ്ടേ? അതിപ്പോ നമ്മൾ എന്ത് ചെയ്യും സാറേ? ഇപ്പൊ നമ്മളിപ്പോ എന്ത് ചെയ്യാനാ? ഈ വർഷത്തെ എന്റെ പോയി. ഈ വർഷം പോയി. നമ്മളൊരു നല്ല കണി കണ്ടു കഴിഞ്ഞാൽ ആ വർഷം ഗംഭീരമാകുമെന്നാണ് അമ്മ പറഞ്ഞിട്ടുള്ളത്. അല്ല സാറേ എനിക്കറിയാം ഇതെങ്ങനെ ഒരുക്കണ്ടെന്നൊക്കെ എനിക്കറിയാം. അത് ചെയ്യത്തില്ല. ഫോൺ വരുന്നു, ഒരു മിനിറ്റ്. അമ്മയാണ് വിളിക്കാൻ. ഹലോ ഹലോ. ആ അമ്മേ. എടാ മക്കളെ, എന്തോ? നാളെ വിഷു അല്ലേ? നാളെ വിഷുവാണ് അമ്മേ. വിഷുക്കണി കാണണ്ടേ മക്കളെ? എങ്ങനെ കാണും അമ്മേ? അമ്മ അവിടെ, ഞാൻ ഇവിടെ അല്ലേ അമ്മേ. ദേ വിഷുക്കണി കണ്ട ഐശ്വര്യപൂർണമായ ഒരു വർഷമാ കിട്ടുന്നത്. അതെനിക്കറിയാം അമ്മേ. ഇല്ലെങ്കിൽ ചുക്കി ചുളിഞ്ഞ് നാശമായ ഒരു വർഷമായി. എന്റെ വർഷം ഈ വർഷം പോയമ്മേ. ദേ ഈ വർഷം അമ്മ അവിടെ ഇല്ലെന്ന് വിചാരിച്ച് മക്കള് കണി കാണാതൊന്നും ഇരിക്കല്ലേ കേട്ടോ. ഞാൻ എങ്ങനെയാലും സംഘടിപ്പിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. ഓക്കെ. അമ്മയാ വിളിച്ചത്. അപ്പൊ പറഞ്ഞ് ഒരിക്കലും വിഷുക്കണി മുടക്കരുത്. എങ്ങനെയും കാണുന്നത് സുമിക്കറിയോ ഇതെങ്ങനെയാണ് സംഭവം? സാറേ എനിക്കറിയാം. എന്താ വെച്ചാലേ നമ്മളൊരു പാത്രം എടുത്ത് വെച്ചിട്ട് അതിനകത്ത് സവോള, ഉള്ളി, പിന്നെ മുരിങ്ങയ്ക്ക, പിന്നെ തരുന്ന വാഴയ്ക്ക വേണം, പിന്നെ വെള്ളരിക്ക വേണം, മത്തങ്ങ വേണം, പിന്നെ ഒരു ശകലം തുമരപ്പരിപ്പൂടെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. സാമ്പാർ വെക്കാനുള്ള കാര്യമല്ല പറഞ്ഞത്, വിഷുക്കണി ഉണ്ടാക്കുന്ന കാര്യമാണ് പറഞ്ഞത്. മനസ്സിലായോ? ഞാൻ കണ്ടിട്ടുണ്ട് സാറേ ഇതെല്ലാം വെച്ച്. സാറേ എന്താ കേരളത്തിന്റെ കാർഷിക ഉത്സവമാണ് വിഷു. കേരളത്തിന്റെ കാർഷിക ഉത്സവം എന്തുവാണ്? കാർഷിക ഉത്സവം വിഷു. കാർഷിക ഉത്സവം. അതിന്റെ അനുഷ്ഠാനങ്ങൾ എന്ന് പറഞ്ഞാൽ വിഷുക്കണി,
വിഷു കൈ നീട്ടം അതുകൊണ്ട് സാധനം ഓ കൊള്ളാല്ല ഇവന് കൃത്യമായിട്ട് നീ വന്നടാ. അറിയാം. നിനക്ക് കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ അറിയാലോ. സാറ് എന്നെ ഒരു അരമണിക്കൂർ വിട്ടു തരണമെങ്കിൽ സാറിനെ ഞാൻ കണി കാണിക്കാം ഞാൻ പുറത്തു പോയി ഒരു കണി സെറ്റ് ചെയ്ത് കൊണ്ടുവരാം. ഇല്ല പറ്റത് അത് ശരിയാവത്തില്ല. ഇവനൊക്കെ വിട്ടു കഴിഞ്ഞാൽ അത് ശരിയാവുന്നു. സാറ് നിസ്സാര കേസുള്ളൂ. എന്ത് സാറിന്റെ വീട് എന്നിട്ട് സാറ് കിടന്ന് ഉറങ്ങിക്കോ. കുറച്ച് കഴിയുമ്പോ ഞാൻ കണി സെറ്റ് ചെയ്തിട്ട് സാറിന്റെ കണ്ണ് പൊത്തിയിട്ട് ഞാൻ വിഷു കണി കാണിച്ചു തരും. അല്ലല്ലോ എന്റെ കണ്ണു പൊത്തി കാണിക്കുന്നത് എന്റെ കണ്ണു പൊത്തി കാണിക്കുന്നത് എന്റെ അമ്മയാണ്. സാറിന്റെ അമ്മയാണ് ഞാൻ കുറച്ചു നേരത്തേക്ക്. സാറിന്റെ അമ്മയാവാൻ ഞാൻ അമ്മയാവാ സാറിന്റെ അമ്മയാവാൻ കുറച്ചു നേരത്തേക്ക്. നീ എന്റെ അമ്മയാകുന്നു. നീ എന്തിനാണ് ഇവിടെ വന്നത്? നിന്നെ എന്തിനാണ് പിടിച്ചോണ്ട് വന്നത് ഇവിടെ? എന്റെ പൊന്നു സാറ് നിസ്സാര കേസാണ്. എന്റെ അമ്മക്ക് പെൻഷൻ കിട്ടിയപ്പോ ആ പൈസ എന്റെ കയ്യിൽ നിർബന്ധിച്ചേൽപ്പിച്ച് ഞാൻ വേണ്ടാന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ച് എന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ആ അമ്മ പുറപ്പെട്ടു പോയി കളഞ്ഞു. എന്നിട്ട് ആ അമ്മനെ ഞാൻ വർഷങ്ങളായിട്ട് നിരന്തരം ശാരീരികമായിട്ട് ഉപദ്രവിക്കുന്നു എന്നും പറഞ്ഞ് ഇവിടെ ആവശ്യമില്ലാണ്ട് പോലീസ് പിടിച്ചോണ്ട് വന്നതാണ്. സാറേ കള്ളത്തരോ സാറേ? ഇവനാണെങ്കിൽ ആ തള്ളയുടെ പെൻഷൻ പിടിച്ചു മേടിച്ചേച്ച് ഇവൻ അവരെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു സാറേ. എന്നിട്ട് അവൻ ആ വീട്ടിൽ കയറി താമസിച്ചു. ആണ് നാട്ടുകാര് പരാതി പറഞ്ഞിട്ട് ഇവനെ പിടിച്ചോണ്ട് വന്നേക്കുന്നത്. ഈ നീയാണ് എന്റെ അമ്മയുടെ വേഷം കെട്ടാൻ വരുന്നത് അല്ലേ? അമ്മ ബുദ്ധിമുട്ടാണെങ്കിൽ അച്ഛനാവാം. കാരണം ഞാൻ ഇവിടുന്ന് ഓടിക്കളയില്ല ഉറപ്പാണ്. കാരണം നാളെ നേരം വെളുക്കുമ്പോ എന്റെ വക്കീലൊരു എനിക്ക് ജാമ്യം കിട്ടും. പിന്നെ ഞാൻ എന്താ ഇവിടുന്ന് ഓർഡർ ഇന്ന് രാത്രിയിൽ നമുക്ക് എല്ലാവർക്കും നിന്ന് കണി കാണാന്ന്. വെള്ളരി പിന്നെ കണിക്കൊന്ന പറങ്കി മാങ്ങ 5 കൂടിയ മാങ്ങ വേണം. പറങ്കി മാങ്ങ പിന്നെ മറ്റേത് എല്ലാ സാധനങ്ങളും വെച്ചിട്ട് മത്തങ്ങ ഇട്ട് എല്ലാ സാധനങ്ങളും വെച്ചിട്ട് ഞാനൊരു കണിയൊക്കെ സെറ്റ് ചെയ്യും. ആറന്മുള കണ്ണാടി വേണം. എല്ലാ കണ്ണാടി ഞാൻ ഒപ്പിച്ച് കൊണ്ടുവരാന്ന്. ഈ സാധനങ്ങളൊക്കെ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ എനിക്കൊന്ന് സെറ്റ് ചെയ്യണം. അത്രേ ഉള്ളൂ. ഞാൻ ഉറക്കം ഉണരുമ്പോ എനിക്ക് കണി കാണണം. ഞാൻ കാണിച്ചു തരാന്ന്. എന്നെ വിശ്വസിക്കുന്നേ. അത്ര കുഴപ്പക്കാരനാന്ന് തോന്നുന്നില്ല. സാറേ സാറ് ചുമ്മാ വിശ്വസിക്കില്ല. ഇവൻ കള്ളനാണ്. ഇവൻ മുങ്ങിക്കളയും. പെങ്ങള് ആരാണ് എന്റെ പെങ്ങള്? ആരാണ് എന്റെ പെങ്ങള്? കൊണ്ടുവരാന്ന് നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നത്. നിങ്ങൾ എന്താണ് എന്ത് പറഞ്ഞാൽ എങ്ങനെ? എനിക്ക് കണി കണ്ടേ പറ്റൂ. നീ ഒരു കാര്യം ചെയ്യും. വന്നില്ലെങ്കിൽ ഞാൻ നിന്നെ എവിടെന്ന് വെച്ചാൽ ഞാൻ പൊക്കും. ഇടിയാൻ തരും. ഉറപ്പായിട്ടും എല്ലാം സെറ്റ് ചെയ്യണം. എങ്കിലും ഞാൻ പോയിക്കോട്ടെ സാർ. കറക്റ്റ് ആയിരിക്കണം. സാറ് വിശ്വസിച്ചങ്ങ് വിട്ടോ അവനെ. ഇല്ല അവനെ അത്ര കുഴപ്പക്കാരനല്ല. അവന്റെ മോൻ കണ്ടാൽ അറിയാം. സാറേ വേറൊരുത്തൻ വന്നിരിക്കുന്നു. എന്താണ് അവിടെ കിടന്ന് കറക്കുന്നത്? നീടാ പൊക്കിഷോ നടത്തിക്കൊണ്ട് വരുന്നേ. പരാതി പറയാൻ വേണ്ടി വന്നാ. പരാതിയോ? അതൊക്കെ പറഞ്ഞാ പോരെ. നീ ഇത് ഉടുപ്പ് നോക്കി. പരാതി പറയട്ടെ സാർ. എന്താ നിന്റെ പണാതി? ലേഡീസ് ഹോസ്റ്റലിൽ 2 പേര് ഒളിച്ചോടി പോയി. അതിന്റെ പരാതി ഞാൻ കേട്ടായിരുന്നു. സംഭവം ഞാൻ കേട്ടായിരുന്നു. ആണല്ലേ? ഒരു പരാതി എഴുതി തന്നാൽ ഞാനൊന്ന് അന്വേഷിക്കാം. ശരി. പിന്നെ ഞാൻ പറയുന്നതിനൊക്കെ കൃത്യമായിട്ട് ഉത്തരം പറയണം. എന്നാ പിന്നെ ഞാൻ 10ാം ക്ലാസ് ജയിക്കത്തില്ലായിരുന്നു. നിന്നോട് പരീക്ഷയുടെ ചോദ്യം ചോദിക്കുന്ന കാര്യമല്ല പറഞ്ഞത്. ഇല്ല. ആ ഹോസ്റ്റലിലെ വാർഡനില്ലേ, വാർഡനെ സെക്യൂരിറ്റി ഇവിടെ കൊണ്ടുവരണം. അവരോട് ഞാൻ ചോദ്യം ചോദിക്കാം. അവര് കൃത്യമായിട്ട് ഉത്തരം പറയണമെന്നാ പറഞ്ഞത്. അത് നടക്കത്തില്ല. എന്താ? ആ സെക്യൂരിറ്റിയും വാർഡനും കൂടെ ഒളിച്ചോടി പോയത്. അയ്യോ, സെക്യൂരിറ്റിയും വാർഡനോടാണ് ഒളിച്ചോടി പോയത്. അത് നിനക്കെന്താണ് പരാതി? അവര് പൊക്കോട്ടെ, അവരടിച്ചു വിളിക്കട്ടെ. എന്താ? ആ വാർഡൻ എന്റെ ഭാര്യയാണ് സാർ. നിന്റെ ഭാര്യയായിരുന്നു? ഒരു വിഷു അടിച്ചു വിളിക്കാൻ വേണ്ടി പോയത്. അത് നിന്റെ ഭാര്യയായിരുന്നു. നീ എവിടെ ആയിരുന്നാ? നീ എവിടെ ആയിരുന്നു? വീട്ടിലെങ്ങും പോകാറില്ലേ? ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് സ്ഥിരം പോണമായിരുന്നു കേട്ടോ. ഒരു കാര്യം ചെയ്യ്, നീ ആ സെക്യൂരിറ്റിയുടെ ഭാര്യയായിട്ട് എവിടെയെങ്കിലും പോയി വിഷു അടിച്ചു വിളിക്കുക. അടിച്ചു വിളിച്ചാ അത്രേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. അല്ല, അങ്ങോട്ട് ചെന്നപ്പോ അവരെന്റെ കരണക്കുട്ടി അടിച്ചു വിളിച്ചാ പറഞ്ഞു. ആണോ? നിനക്ക് കരണക്കുട്ടിയല്ല, നിന്റെ തലമണ്ട അടിച്ച് കിരണമായിരുന്നു. എടാ, അവരെ കണ്ടുപിടിക്കണോ? വേണം. ഒരു പരാതി എഴുതിക്കൊണ്ടുവാ. എഴുതിക്കൊണ്ടുവാ. പോട്ടെ. അവിടെ റൈറ്റ് പരാതി എഴുതിയിട്ട് നേരെ കൊണ്ടുവന്നാ മതി കേട്ടോ. ഞങ്ങൾ അതെന്താന്ന് വെച്ചാൽ ചെയ്തോ. ശരി. ആദ്യോ നമുക്കങ്ങ് ഡ്യൂട്ടി തുടങ്ങിയാലോ സാറേ? സമയം രാത്രിയായി. വേറെ ഒന്നും ഇല്ല. ഞാൻ ഉറങ്ങട്ടെ. ശരി സാർ. അവൻ വരുമോ സാറേ? അവൻ വരുമ്പോ എന്നെ കൂടെ വിളിക്കണേ. എഴുന്നേക്കുക, കണി കാണുന്നുണ്ട് എന്റെ കുട്ടന്. അമ്മേ എഴുന്നേക്കുക, പതുക്കെ മെല്ലെ. അയ്യോ, നടന്നോളൂ. ഇരുട്ടാണല്ലോ. അമ്മ എന്ത് കുട്ടാ, നീ പേടിക്കണ്ട, നടന്നോളൂ നീ. എവിടെയാ ഇത്? എവിടെയാ? ഇനി കൃഷ്ണനെ മനസ്സിൽ ധ്യാനിച്ചിട്ട് കണ്ണങ്ങ് തുറന്നോളൂ. കൈകൂട്ടി പിടിക്കാം. ഈ ചെക്കനെ ഒന്നും അറിയില്ല ഈ കുട്ടിക്ക്.
എങ്ങനെയുണ്ട് സാറേ കടി? ഇത് നീ അറേഞ്ച് ചെയ്താ? ഒളിച്ചില്ല ഞാൻ. സൂപ്പറായി. ഞാൻ പറഞ്ഞില്ല 1/2 മണിക്കൂർ തന്നു കഴിഞ്ഞാല് ഞാൻ എല്ലാം സെറ്റ് ചെയ്ത് കൊണ്ടുവരുമെന്ന്. സുമേ, ഇത് കണ്ടില്ലേ? ഇടല കടിയല്ലേ? എല്ലാ ഐറ്റംസും ഉണ്ട്. എല്ലാം സത്യം പറഞ്ഞുണ്ടല്ലോ, എന്റെ അമ്മ പോലും ഇത്ര മനോഹരമായിട്ട് കണി ഒരുക്കിയിട്ടില്ല. അല്ല, എനിക്ക് ഏറ്റവും ഇതിൽ ഇഷ്ടപ്പെട്ടതാണെന്നറിയോ? ഭഗവാന്റെ ആ ഇതുണ്ടല്ലോ, അത് കിട്ടാൻ വേണ്ടി ഞാൻ ഇത്തിരി ബുദ്ധിമുട്ടി. എത്ര വീഡിയോ കയറി ഇറങ്ങിയെന്നറിയാമോ? ഒറ്റ വീട്ടിൽ കിട്ടില്ല, എല്ലാവട്ടും കൃഷ്ണനെ എൻഗേജഡ് ആണ്. പിന്നെ ഇതെങ്ങനെ സംഘടിപ്പിച്ചു? അങ്ങനെ ഞാൻ പോരുമ്പോഴാണ് നമ്മുടെ സ്റ്റേഷന്റെ തൊട്ടപ്പുറത്ത് കണ്ണന്റെ അമ്പലമില്ലേ, ആ അമ്പലത്തിൽ കയറി ഞാൻ നോക്കിയപ്പോ ദേ ഇരിക്കണ ഒരു വിഗ്രഹം. അവിടുത്തെ പഞ്ചലോക വിഗ്രഹം അടിച്ചോണ്ടാണ് ഞാനീ വന്നേക്കണത്. അവിടുത്തെ പഞ്ചലോക വിഗ്രഹം കണി കാണാൻ കൊണ്ടുവന്നത്. മഹാപാപി, അത് കണ്ടോണ്ട് നീ ഇങ്ങോട്ടെന്തിനാ വന്നത്? പിന്നെ സാറിനല്ലേ കണി കാണുന്നത്? അവിടുത്തെ CCTV-യിൽ നീ പതിഞ്ഞോ? അത് കുഴപ്പമില്ല സാറേ, ഞാൻ അവിടെ ഒരു ലെറ്റർ എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ്? പോലീസ് സ്റ്റേഷനിലേക്ക് കണി കാണുന്നതിന് ആവശ്യമായിട്ട് ഞാനിത് അല്പനേരത്തേക്ക് കൊണ്ടുപോവുകയാണ് എന്ന് സ്വന്തം SI എന്ന് പറഞ്ഞ് ഞാൻ ഒരു ലെറ്റർ എഴുതി വെച്ചിട്ട് അവിടെ പോകത്തേക്കണം. ഞാൻ അന്നേരേ പറഞ്ഞതാ ഈ കണി കെണിയാവൂന്ന്. അപ്പൊ സാറിന്റെ ഈ വർഷത്തെ കണി അതൊരു വലിയ കെണിയായി പോയില്ലേ? വലിയ ചേച്ചി, ഞങ്ങൾക്ക് ഇങ്ങോട്ട് കൈനീട്ടം തന്നപ്പോ ഞങ്ങൾ തിരിച്ചൊരു കൈനീട്ടം ഓൾറെഡി ഒരെണ്ണം തന്നു. പക്ഷെ ഈ കൈനീട്ടം തരാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. താരവിളയാട്ടം സെഗ്മെന്റ് ആണ്. അപ്പൊ ഈ താരവിളയാട്ടം സെഗ്മെന്റിൽ ശരിക്കും പറഞ്ഞാൽ ചേച്ചിക്കുള്ള കൈനീട്ടമാ ഞങ്ങൾ തരാൻ തീരുമാനിച്ചിരിക്കുന്നത്. സർപ്രൈസ് കാണാൻ റെഡി ആണോ? അതെ. ശരി, താരവിളയാട്ടത്തിൽ നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം മിഥുൻ മോഹൻ. മിഥുൻ ബ്രോ, കൈനീട്ടം സർപ്രൈസ് ആയിട്ട് കൊടുക്കാൻ റെഡി ആണോ? തീർച്ചയായിട്ടും വളരെ എക്സൈറ്റഡ് ആണ്. ഒരുപാട് കാണാൻ ആഗ്രഹിച്ച ഒരാളെയാണ് ഇന്നിപ്പോ കാണുന്നത്. അതുകൊണ്ട് തന്നെ വളരെ എക്സൈറ്റഡ് ആണ്. അയ്യോ, എന്റെ പൊന്നുമോനെ, കേട്ടപ്പോഴേ എനിക്ക് കൈനീട്ടം കിട്ടിയതുപോലായി. അപ്പൊ ഇത് കാര്യം എന്താന്നുള്ള ഇനി അറിയണ്ടേ? കാര്യം എന്താന്നുള്ള മിഥുൻ തന്നെ പറഞ്ഞു. മിഥുൻ അമ്മാന്ന് വിളിച്ചോട്ടെ? അയ്യോ, അമ്മാന്നും അമ്മമാന്നും ഒക്കെ എല്ലാരും മല്ലികമ്മയുടെ വോയിസ് ഞാൻ ചെറുതായിട്ട് അനുകരിക്കും. മെയിനായിട്ട് ഞാൻ മിമിക്രി വന്ന ശേഷം എനിക്ക് ഏറ്റവും കൂടുതൽ അംഗീകാരം നേടിത്തന്നത് അമ്മയുടെ മക്കളുടെ ശബ്ദമാണ്. ഞാൻ ഏറ്റവും കൂടുതൽ സ്പോട്ട് ഡബിങ്ങും ഒക്കെ ചെയ്യുന്നത് പൃഥ്വിരാജ് ഏട്ടന്റെ ശബ്ദവും ഇന്ദ്രേട്ടന്റെ ശബ്ദമാണ്. അപ്പൊ അമ്മയുടെ ശബ്ദവും ചെറുതായിട്ടൊക്കെ ചെയ്യും. അപ്പൊ ഇന്ന് നമുക്കൊരു കാര്യം ചെയ്യാം. അതൊക്കെ സന്തോഷമല്ലേ? അതെ, നമുക്ക് 3 പേരുടെ സൗണ്ട് ഒരുമിച്ചൊന്ന് കേട്ട് നോക്കാം. തീർച്ചയായും. ഓക്കെ. അപ്പൊ ഒരു ക്രിയേറ്റഡ് സ്റ്റോറിയാണേ. ലൂസിഫർ എന്ന സിനിമയില് അമ്മയ്ക്ക് വേഷം കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ടൊരു പരാതി. ഓക്കെ. എടാ മോനെ രാജു, നീ ചെയ്ത ഒട്ടും ശരിയായില്ല. എന്താ ചേട്ടാ? നിന്റെ സിനിമ, നീ ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന സിനിമ, അതില് നമ്മുടെ അമ്മയ്ക്ക് വേഷം കൊടുക്കാത്ത വളരെ കഷ്ടമായി പോയി. എടാ മോനെ, ഒന്നുമില്ലേലും പെറ്റ തള്ളയല്ലേടാ, എനിക്കൊരു വേഷം നിനക്ക് തന്നുകൂടായിരുന്നോ? അമ്മ ആക്ച്വലി ആ സിനിമയിൽ സ്ത്രീ കഥാപാത്രങ്ങൾ അധികം അമ്മയ്ക്ക് പറ്റിയതില്ല. പിന്നെ ആകെയുള്ളത് പ്രിയദർശിനി രാംദാസ്. അത് എനിക്ക് തോന്നുന്നു മഞ്ജു വാര്യർ ആദ്യം മനോഹരമായി ചെയ്തു. മഞ്ജു തന്നെയാണ് അതിൽ ഏറ്റവും ആപ്റ്റായിട്ട് എനിക്ക് തോന്നുന്നത്. പിന്നെ അമ്മയ്ക്ക് എവിടെയാണ് ഈ ഒരു സിനിമയിൽ നല്ലൊരു കഥാപാത്രം? എടാ, മുരളിഗോപി നമ്മുടെ പയ്യനല്ലേ, അവനെ വിളിച്ചിട്ട് ആ തിരക്കഥയിൽ എനിക്കൊരു നല്ല വേഷം തന്നുകൂടായിരുന്നോ? അമ്മേ, ആക്ച്വലി തിരക്കഥാകൃത്ത് എന്ന മുരളിയുടെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്തുന്നത് ഉചിതമല്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഞാനത് ചെയ്യില്ല. ഓക്കെ, ശരി, അങ്ങനെയെങ്കിൽ അങ്ങനെ. എന്നാലേ അതിൻ്റെ 2ാം ഭാഗം വരുന്നുണ്ടല്ലോ, തമ്പുരാൻ. അതിലൊരു വേഷം തരാൻ മേലേ? അമ്മേ, തമ്പുരാനല്ല, എമ്പുരാൻ. എമ്പുരാൻ ഏത് രായനെങ്കിലും ആട്ടെ, തമ്പുരാനെന്ന് പറഞ്ഞപ്പോഴാ ഓർത്തത്. അതെ, തമ്പാനൂർ വരെ എനിക്ക് അർജന്റായിട്ട് പോകാൻ നിന്റെ ലംബോർഗിനി ഒന്ന് വേണമായിരുന്നു. ആക്ച്വലി ലംബോർഗിനി കംപ്ലൈന്റ് ആയിട്ട് ഞാൻ ബാലയുടെ ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പിൽ കൊടുത്തിട്ടുള്ള അവൻ അതും കൊണ്ട് പണി പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നത്. സി, ഇപ്പോഴൊന്നും കിട്ടുന്ന ലക്ഷണമില്ല. അപ്പോൾ അതും പോയി. എന്തായാലും നീ മുരളിയോട് പറഞ്ഞിട്ട് അടുത്ത സിനിമയിൽ എനിക്ക് നല്ലൊരു വേഷം തരണം. അമ്മയ്ക്കിപ്പം അതിലേത് വേഷം തരിക? അതെ, നമ്മുടെ ലാലിന്റെ അമ്മയായിട്ട് അങ്ങ് വെച്ചോ. ലാലേട്ടൻ്റെ അമ്മയോ? സി അമ്മേ, ഈ സിനിമയിൽ സ്റ്റീഫൻ നെടുമ്പള്ളിക്ക് അമ്മയില്ല. എന്നതാടാ മക്കളെ നീ പറയുന്നേ? തള്ളയില്ലാതെ കൊച്ചുണ്ടാവോ? അമ്മയെ ആക്ച്വലി നമ്മൾ ഈ സിനിമയിൽ, അതാണ് എൻ്റെ സസ്പെൻസ്, ആ സിനിമയിൽ നമ്മൾ അദ്ദേഹത്തിൻ്റെ അമ്മയെ നമ്മൾ റിവീൽ ചെയ്യില്ല. എന്നാ റിവീൽ ചെയ്യണം. അടുത്ത തവണ
അതെ, ലാലിനേക്കാളും നല്ലൊരു ഇൻട്രഡക്ഷൻ എനിക്ക് തരണം കേട്ടോ. ഹെലികോപ്റ്ററിന്റെ മോളിൽ നിന്ന് വേണം അത് ഷൂട്ട് ചെയ്യാൻ എൻ്റെ ഇൻട്രോസി. അമ്മേ, ആക്ച്വലി സിനിമയുടെ കഥാഗതിയെ ബാധിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ കാസ്റ്റിങ്ങിന് അനുകൂലമല്ലാത്ത രീതിയിലോ ഞാൻ ഒരിക്കലും കഥാപാത്രങ്ങളെ കാസ്റ്റ് ചെയ്യില്ല. അതെൻ്റെ തീരുമാനമാണ്. നന്നായിട മക്കളെ, നീ ചെയ്തതാ ശരി. നിന്നെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ ഞാൻ. കലയുടെ ക്വാളിറ്റിക്ക് വേണ്ടി യാതൊരു കോംപ്രമൈസും ചെയ്യാത്ത നീ ആടാ ശരി. മോനെ രാജു, നിന്റെ നിലപാടുകൾക്കൊപ്പം എന്നും ഈ ഏട്ടനും ഉണ്ടാവും. പ്രൗഡ് ഓഫ് യു മൈ ബോയ്. സൂപ്പർ സൂപ്പർ സൂപ്പർ, നന്നായിട്ടുണ്ടായിരുന്നു. എന്തായാലും ഗംഭീരമായിരുന്നു. 3 പേരുടെ സൗണ്ട് നമ്മൾ കേട്ടു ഒരു കുടുംബത്തിലെ. എനിക്ക് തോന്നുന്നു ഒരാളുടെയും കൂടെ വോയിസ് എടുക്കുവാണെങ്കിൽ ആ ഫാമിലി അങ്ങ് കംപ്ലീറ്റ് ആകും. അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, സുകുമാരൻ സാറിന്റെ വോയിസ് എടുക്കാൻ പറ്റുമായിരിക്കും? സുകുമാരൻ സാറിന്റെ വോയിസ് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല, പക്ഷെ എന്നാലും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാം. കാരണം ചെയ്തു വെച്ച ഒരു മോഡലൊന്ന് പിടിക്കാൻ ശ്രമിക്കാം. തീർച്ചയായിട്ടും. അലീനോട് ചോദിക്കുമ്പോൾ അലീന ഉത്തരം പറയുക, തോമാച്ചനോട് ചോദിക്കുമ്പോൾ തോമാച്ചൻ ഉത്തരം പറയുക. നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു പാട്ട് പാടാം. മാർഗഴി മല്ലികை മന്ദാരപ്പൂവും കുരുവി. ഈ മന്ദാരപ്പൂവും കുരുവിയും മാർഗഴിയും ഒന്നും എനിക്കറിയില്ല. എനിക്കറിയാവുന്നത് എൻ്റെ മല്ലിക. ഫുൾ ഫാമിലി ഇപ്പോഴാണ് കംപ്ലീറ്റ് ആയത്. ഇനി നമുക്ക് എന്താണ് അടുത്തത് നമുക്ക് കാണാൻ പറ്റുന്നത്? ഇത്ര നേരം കുറെ ഡയലോഗ്സ് അല്ലേ കേട്ടെ. ഇനി വേറൊരു വോയിസ് മോഡുലേഷൻ പാട്ടായാലോ? പാട്ട് രാജുവേട്ടൻ പാടുവാണ്. രാജുവേട്ടനും പാടാം, ഇന്ദ്രേട്ടനും പാടാം. അപ്പോ എന്തായാലും കേൾക്കാം, കേട്ടു നോക്കാം. കാണേ കാണേ കൺമൂടും നീതാ, കേൾക്കേ കേൾക്കേ കാതടയും രോദനമെങ്ങോ, ദൂരെ ദൂരെ ഇന്നേകാന്തമായി ഗാനം പോലെ കതിരണിയും കനകനിലാവ്, ഒരു സാന്ത്വനം മൃദു സാന്ത്വനം. ഇന്നെവിടെയാ മൊഴികൾ, ഇനി എവിടെയാണിരുളകലുന്നൊരു പുലരി. സൂര്യമുഖോ ഇനിയൊരു പുതിയ മുഖം, സൂര്യമുഖോ ഇനിയൊരു പുതിയ മുഖം. അപ്പൊ ഇനി നമുക്ക് ഇന്ദ്രന്റെ സോങ് കേട്ടാലോ? ഓക്കെ. കടുവായെ കിടുവ പിടിക്കുന്നേ, കമ്പമ്പോ മറയോന്തിന് ചായം പൂശുന്നേ. കമോൺ അമ്മ, കലവും പോയേ കാനാടിക്കുട്ടിച്ചാത്ത. ആഹാ സ്വാഹ ആഹാ സ്വാഹ, ഹോയ് ഹോയ് ഹോയ്. എങ്ങനെയുണ്ടായിരുന്നു ഞങ്ങളുടെ കൈനീട്ടം തിരിച്ചുള്ളത്? തീർച്ചയായിട്ടും ഭയങ്കര കൈനീട്ടായി, കുറച്ച് ഊടിപ്പോയി. ആണോ? ഈ സോങ് ഷൂട്ട് ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് നന്നായിട്ട് പാടാൻ അറിയാവുന്ന ഒരാള് ഒട്ടും പാടാൻ അറിയാൻ പാടില്ലാത്ത ഒരാളുടെ പോലെ പാടുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ അതിനിടയിലാണ് മറ്റേ ഈ കമണ ഒരുപടി എന്ത് സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ഗാനമേളക്കാരും, ഇപ്പം ഞാൻ ഗാനമേള സ്ഥിരം പോകുന്നതിന്റെ പേരിൽ ആകെ തമിഴ് പാട്ടുകാരനും ഹിന്ദി പാട്ടുകാരനും മലയാളം പാട്ടുകാരനും അറിയാവുന്ന ആകെ ഇംഗ്ലീഷാണ്. കമണ ഒരുപടി പറയാത്ത പാട്ടുകാരുണ്ടാവില്ല. നന്നായിട്ടുണ്ടായിരുന്നു. പക്രു ചേട്ടാ, എന്താ പറയാനുള്ള ഈ പെർഫോമൻസിനെ പറ്റിയല്ല? ഇന്നത്തെ എപ്പിസോഡിൽ വന്നിട്ട് കൊണ്ടുവന്ന ഈ വിഭവങ്ങളുണ്ടല്ലോ, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിലാണ് ഒരു കലാകാരൻ്റെ മികവെന്ന് പറയുന്നത്. നമ്മൾ പലരെയും ഒരുപാട് വേദികൾ അനുകരിച്ചിട്ടുണ്ട്, അത് കണ്ടിട്ടുണ്ടെങ്കിലും ചില പ്രത്യേക സമയത്ത് ചില പ്രത്യേക പാക്കേജായിട്ട് കൊണ്ടുവരുന്നത് വേറൊരു കുപ്പിയിൽ എന്ന് പറയുന്നത് പോലെ. പക്ഷെ ഇതിപ്പം ഇവിടെ മല്ലികാമ്മ ഇരിക്കുമ്പോൾ അമ്മയുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യാനായിട്ട് ഒരു എന്താ പറയുക വിഷു വിഭവമായിട്ട് നമ്മുടെ ഈ പറഞ്ഞ താരങ്ങളെ എല്ലാവരെയും വളരെ ഭംഗിയായിട്ട് കൊണ്ടുവന്നു. അതിനുവേണ്ടി വർക്ക് ചെയ്തു. അത് വളരെ മനോഹരമായിട്ട് വർക്കൗട്ടായി. അപ്പോൾ വിതിൻ നന്നായി, ഓൾ ദ ബെസ്റ്റ്, ഗംഭീരായി. താങ്ക് യു സോ മച്ച്. അല്ല, ഇദ്ദേഹത്തിനെ കുറിച്ചിട്ട് ഇനി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. കാരണം നമ്മൾ ഒരു ഫാമിലിയിലെ മൊത്തം എല്ലാവരും ആർട്ടിസ്റ്റ് ആകുന്ന പറയുന്നത് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഭാഗ്യമാണ്. അപ്പോൾ അവരെല്ലാവരും ശബ്ദം അനുകരിക്കുക, ആ ശബ്ദങ്ങൾ എല്ലാവർക്കും അത് കേൾക്കുന്നവർക്ക് മുഴുവൻ ഒരു ഫാമിലിയിലെ മൊത്തം ആളുടെ ശബ്ദം തിരിച്ചറിയുക എന്നൊക്കെ പറയുന്നത് എനിക്ക് വേണം ചേച്ചിക്ക് മാത്രം കിട്ടിയിരിക്കുന്ന, ആ ഫാമിലിക്ക് മാത്രം കിട്ടിയിരിക്കുന്ന ഭാഗ്യം. അല്ലാതെ ശരിക്ക് 1-2 പേര് ചിലപ്പോൾ ആർട്ടിസ്റ്റായി വന്നിട്ടുണ്ടാകും, പക്ഷെ മൊത്തം ഫാമിലി ആർട്ടിസ്റ്റുകൾ എന്ന് പറയുന്നതുണ്ട്. അപ്പോൾ ആ എല്ലാ ശബ്ദങ്ങളും അനുകരിക്കാൻ ഒരു കലാകാരൻ വരിക എന്നൊക്കെ പറയുമ്പോൾ നമ്മളുടെയും ഭാഗ്യമാണ് കോമഡി മാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഈ ഷോയുടെ ഭാഗ്യമാണ്. മോനെ ഒരുപാട് സന്തോഷം. അപ്പോൾ എന്തായാലും ചേച്ചി തന്നെ നമുക്ക് ഇദ്ദേഹത്തിന് ഗിഫ്റ്റ് കൊടുത്താലോ? തീർച്ചയായിട്ടും.
ലണ്ടൻ ക്ലാസിക് നൽകുന്ന സമ്മാനമാണ്. ഓക്കെ, ഈ വിഷു എന്നല്ല, ഒരുപാട് വിഷു എല്ലാ ഐശ്വര്യത്തോടും ആരോഗ്യത്തോടും എല്ലാ അനുഗ്രഹാശിസ്സുകളോടുള്ള കാര്യം. ചേട്ടാ അടിച്ചാ മുട്ടിയാന്നല്ലോ എന്റെ കണിക്കൊന്ന പറഞ്ഞത് നൈറ്റി അടിച്ചിട്ടേക്കണേ ദൈവമേ. എനിക്ക് എന്റെ ഉള്ള നൈറ്റിയായത്. ആണോ? കുഴപ്പമില്ലല്ലേ, ഒരു തരി സാധനം പോലും ആരും കൊണ്ടുപോയിട്ടില്ലല്ലേ? ഓ, ആരും കൊണ്ടുപോയിട്ടില്ല. നിങ്ങൾക്ക് ഇത് എന്തിന്റെ സൂക്കേടാണ്? ഈ വെയിലും മഞ്ഞും കൊണ്ട് ഇങ്ങനെ ഈ വീടിന്റെ വാതിക്കൽ ഇരുന്ന് ഉറങ്ങേണ്ട കാര്യമുണ്ടോ? വല്ല അസുഖം പിടിക്കത്തില്ലേ? അകത്ത് വന്ന് കിടന്ന് ഉറങ്ങിക്കൂടെ? ഞാനോ അകത്ത് വന്ന് കിടക്കാനാ? ഈ കണിക്കത്ത് അവിടെ പൂത്ത് നിൽക്കുമ്പോ ഇവിടെ കുറെ മെനകെട്ടവന്മാരുണ്ട്. ഞാൻ അകത്ത് പോയി കിടന്ന് ഉറങ്ങിച്ചിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും പളനി പോയി മുട്ടയടിച്ച പയ്യന്റെ കൂട്ടാവും എന്റെ കണിക്കൊന്ന. എന്റെ പൊന്നോ, പലതരം പിശുക്കന്മാരെയും കണ്ടിട്ടുണ്ട്, പക്ഷെ ഇതുപോലത്തെ ഒരു അറു പിശുക്കനെ ഞാൻ കണ്ടിട്ടില്ല. ഇതൊരു നിസ്സാര കണിക്കൊന്നല്ലേ? നിസ്സാര കണിക്കൊന്ന ഇതാ എടി. 2-3 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇതിന്റെ വില എന്നാ നിനക്കറിയാമോ? ഇപ്പൊ ഇത് അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കണ സാധനമാണ് കണിക്കൊന്ന പൂവ്. ഇതെന്തത്? ഇവിടെ കടിക്കുന്ന പട്ടിയുണ്ട്, സൂക്ഷിക്കാന്നാ. ഇവിടെ കടിക്കുന്ന പട്ടി ഇവിടെ ഒരു സാധാ പട്ടി പോലും ഇല്ലല്ലോ. അതാണ് സംഭവം. ഈ കണിക്കൊന്ന പൂക്കണ സമയമാകുമ്പോഴത്തേക്ക്, വിഷുവിന്റെ സമയമാകുമ്പോഴത്തേക്ക് ഓരോരുത്തന്മാർ കണി കാണിക്കാനെന്ന് പറഞ്ഞ് നമ്മുടെ വിഷു കൈനീട്ടം മേടിക്കാൻ വേണ്ടി വരും. അപ്പൊ അങ്ങനെയുള്ളവന്മാർ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് വെച്ചത്. തൊട്ടടുത്ത ദിവസം പട്ടിനെ മേടിച്ചാൽ അങ്ങ് കരുതിക്കോളും അമ്മമാര്. ആണല്ലേ? അങ്ങനെയാണെങ്കിലേ ഈ ബോർഡിന്റെ ഇപ്പുറത്തായിട്ട് ഇവിടെ വിഷമുള്ള ഒരു ജന്തു ഉണ്ടെന്നൊരു ബോർഡും കൂടെ അങ്ങ് വെക്കി. അപ്പൊ ഞാനറിയാം നീ വിഷജന്തുവിനെ വളർത്തണ്ട. എന്റെ ദൈവമേ, അതിനും തീറ്റ കൊടുക്കേണ്ടി വരൂല്ലോ. എന്റെ പൊന്നെ, ഞാൻ വിഷജന്തു ഉദ്ദേശിച്ച നിങ്ങളെയാണ്. എന്നെയാണോ ഉദ്ദേശിച്ചത്? ആശ്വാസ, നീ വിഷജന്തുന്നോ പട്ടിന്നോ പൂച്ചെന്നോ ഓന്തുന്നോ എന്നെ വേണമെങ്കിലും വിളിച്ചോ. അഞ്ചിന്റെ പൈസ ഞാൻ ആർക്കും കൊടുക്കില്ല മോളെ. അതോർത്ത് ആരും കാല് നീട്ടി ഇരിക്കുകയും വേണ്ട. ആർക്കും കൊടുക്കുകയൊന്നും വേണ്ട. പക്ഷെ എനിക്കൊരാഗ്രഹമുണ്ട്. പൂ പറിച്ചു കഴിഞ്ഞാൽ നിന്റെ മൂക്കിനകത്ത് ഞാൻ പഞ്ഞി വെക്കും. പൂ പറിച്ചല്ലോ, നേരെ ഒന്നും വെച്ചതാ. പിന്നെ എന്റെ ഒരു ആഗ്രഹം ഞാൻ പറയട്ടെ. എന്താ? എനിക്ക് മനസ്സിലായി. പറ. ഈ പ്രായത്തില് നിനക്കൊരു കുഞ്ഞു കാര്യം വേണമെങ്കിൽ ഞാൻ തരും. അയ്യോ, അതല്ല, വേറൊരു കാര്യം. വേറെ എന്ത് കാര്യം? അറിയാം, ഒന്ന് ഓർത്ത് നോക്കിയേ. ഹാപ്പി വിഷു. ഹാപ്പി വിഷു ഒന്നും അല്ല. ഹാപ്പി വിഷു അല്ലേ? വേറെ നല്ലൊരു വിഷു അല്ലേ വരുന്നത്? എനിക്ക് രാവിലെ കുളിച്ചൊരുങ്ങി അമ്പലത്തിലൊക്കെ പോവണ്ടേ? അപ്പൊ ഒരു സെറ്റ് മുണ്ട് എനിക്ക് വാങ്ങിച്ചു തരണ്ടേ? സെറ്റ് മുണ്ടോ? അപ്പൊ അലമാരി ഇരിക്കുന്ന സെറ്റ് മുണ്ട് നിന്റെ അലമാരി ഇരിക്കുന്ന ഏത് സെറ്റ് മുണ്ട്? നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? 16 വർഷം. 16 വർഷമായില്ലേ? കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം നിങ്ങൾ എനിക്ക് വാങ്ങിച്ചു തന്ന സാരിയാണ് നമ്മുടെ അലമാരി ഇരിക്കുന്നത്. അതെടുത്ത് കളയാറായില്ലേ? 16 വർഷമായിട്ട് നിന്നെ ഞാൻ കളഞ്ഞോ? അപ്പൊ അതുകൊണ്ട് സെറ്റ് സാരി കളയുന്നില്ല, മനസ്സിലായ? നിങ്ങളെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതന്നെ. അളിയോ, ചുണ്ട് ഞാൻ വലിച്ചു കയറി കളയും ഞാൻ. അറിയാമല്ലോ, 2 ദിവസം കഴിയാൻ നേരത്ത് വിഷുവാ. മാമൻ നിക്കുന്ന കണ്ടോ? എന്റെ പൊന്നു കൊണ്ട് മാമന്റെ കാല വീണ. അളിയ, ഇതൊരുമാതിരി ഉടാപ്പ് പരിപാടിയായിട്ട് എന്റെ അടുത്തേക്ക് വരല്ലേ. 10ന്റെ പൈസ എന്നെ കൊന്നാലും ഞാൻ കൈനീട്ടമായിട്ട് തരില്ല അളിയ, തരില്ല. അളിയ, അത് അങ്ങനല്ല ചേച്ചി, നീ ഇതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. ഒരു വിഷു ആവുമ്പോഴത്തേക്കും കുഞ്ഞു പിള്ളേരുള്ള വീട്ടിൽ അവർക്ക് കൈനീട്ടം കൊടുക്കുന്ന ഒരു അനുഗ്രഹമല്ലേ അത്? എനിക്ക് അങ്ങനെ വലിയ അനുഗ്രഹം വേണ്ട. പൈസ കൊടുത്തിട്ടുള്ള അനുഗ്രഹം വേണ്ട. അല്ലാതെ എന്റെ ദൈവത്തിനെ അങ്ങ് വിളിച്ചാൽ മതി. ചേട്ടാ, ഒരേ ഒരു അളിയനല്ലേ ഉള്ളത്? നല്ലൊരു ദിവസമല്ലേ കുഞ്ഞിന് എന്തെങ്കിലും കൊടുക്കും. നിനക്ക് എന്തിന്റെ കേടാ? നിനക്ക് അളിയ, നമ്മുടെ കുഞ്ഞിനൊരു ഇച്ചിരി ഇത് കൊടുക്കുന്നതിന് അളിയൻ ഇതിന്റെ പിശുക്ക് മാറണം കേട്ടോ. അളിയൻ ഞാനിങ്ങനെ പിശുക്കിയിട്ടാണ് ഈ കാണായ സ്വത്ത് മൊത്തം ഞാൻ ഉണ്ടാക്കിയത്. ഞാൻ ഇനിയും പിശുക്കും, എന്റെ മരണം വരെ പിശുക്കും. പക്ഷെ അളിയൻ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്ത്? ഞാനില്ലായിരുന്നെങ്കിൽ ഇതുപോലെ ജീവനോടെ ഈ വീടിന്റെ മുറ്റത്ത് നിക്കത്തില്ലായിരുന്നു. അതെന്താ? എന്താണോ? ഇടീ, ഒരു വർഷങ്ങൾക്ക് മുമ്പ് ഈ പുള്ളിയെ മൂർക്കം പാമ്പ് കടിച്ചു. നാട്ടുകാരുടെ കൂട്ടത്തിൽ ഞാനും പോയി. പാതിരാത്രി ആയപ്പോഴത്തേക്ക് വിഷവൈദ്യന്റെ അടുത്തോട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ പുള്ളിയുടെ വാതിക്കൽ ഇങ്ങനെ എഴുതിയിട്ടേക്കുന്ന ഓരോ പാമ്പിന്റെ വിലവിവരങ്ങള്. മൂർക്കം പാമ്പ് കടിച്ചാൽ 5000 രൂപ, രാജവെമ്പാല കടിച്ചാൽ ഇത്ര രൂപ, ഏറ്റവും അടി എഴുതിയേക്ക് നീർക്കോലി കടിച്ചു കഴിഞ്ഞാൽ 500 രൂപ എന്ന്. ഈ പുള്ളി അത്രയും കൊത്തു കൊണ്ടിട്ട് വായിക്കൂടെ പതയം വന്നിട്ട് പുള്ളികൾ പറയുക, എന്നെ കടിച്ചത് നീർക്കോലിയാണ്, നീർക്കോലിയാണ്. 500 രൂപ ഞാൻ കൊടുത്ത് ലാഭിച്ചു. ഇല്ലെങ്കിൽ ഞാൻ 5000 രൂപ കൊടുക്കേണ്ടി വരില്ലായിരുന്നു. എന്നിട്ട് എന്റെ അരക്കിടന്ന് ഏലസ് ഞാൻ കൊണ്ട് പണയം വെച്ചിട്ട് 5000 രൂപ കൈ പുള്ളിയെ രക്ഷപ്പെടുത്തിയത്. 3 ദിവസം ഏലസിന്റെ കൊട്ടി അതിന്റെ കളറൊന്ന് പുറത്തു വരാണ്ട് കറുത്തിരിക്കുന്ന ഞാൻ കാണിച്ചാണ് ഏറ്റവും വലിയ തെറ്റ്. അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുന്നവന്മാർക്ക് മാപ്പില്ലളിയാ. ഞാൻ അടിയാൻ വിചാരിച്ചു. മോനെ, ഞാനൊരു കാര്യം പറയാം. അഥവാ നീ വളർന്നു വലുതായി അച്ഛൻ ചത്തുപോയാലും ഈ വീടിന്റെ മുന്നിൽ കാല് കുത്തിപ്പോലെ ഈ നാരുടെ മുന്നിൽ കേട്ടോ.
നീ അങ്ങോട്ട് ഇല്ല നീ ഞാൻ ഇനി ഒരു കേസുമായിട്ട് നീ ഇങ്ങോട്ട് വരത്തില്ല. ഒരു കാര്യം നീ ആ പുറകെ ചെന്നൊരു തോട്ടി എടുത്തോണ്ട് ഞാൻ 2 പൂ പറിച്ചോട്ട് പോകും. എന്റെ കണിക്കൊന്നേല തൊട്ട് കഴിഞ്ഞാൽ നിന്റെ മുഴയും ചെയ്യാൻ പട്ടിക്കിട്ട് കൊടുക്കും ഞാൻ. ഇത് പറിച്ചോണ്ട് പോകുന്നത് എനിക്കെന്തോ അത് പറിക്കരുത്. പറിക്കോ നീ പറിക്കോ നീ പറിക്കോ നീ തന്റെ പൈസയും വേണ്ട, തന്റെ സ്വർണവും വേണ്ട, 2 പൂ പറിക്കുന്ന പൂ പറിക്കാൻ പറ്റില്ല. കണിക്കൊന്ന ഇപ്പൊ കിട്ടാനില്ല. ഞാൻ ആയിരങ്ങൾ സമ്പാദിക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചാണ് പൂ. അത് ഞാനിവിടെ രാപകലില്ലാതെ ഇതിന് കാവലിരുന്നിട്ട് അതൊരു കാര്യം ചെയ്യും. ഈ പൂവെല്ലാം കൂടെ തോരൻ വെച്ച് അങ്ങ് തിന്ന്. അല്ല പിന്നെ ഓരോ പറ്റുന്ന പൈസ കിട്ടുമെന്ന് ഞാൻ അതും ചെയ്തേനെ. തലയിൽ കുട്ടി പൂ കഷ്ടമായി പോയി. പൂവിനകത്ത് പ്രാച്ച് വീണുണ്ടല്ലോ. കഷ്ടമായി പോയി. കുറച്ച് പൂ കൊടുത്ത് വിടായിരുന്നു. ഇന്നലെ പൂ മേടിക്കാൻ വേണ്ടി ഒരുത്തം വന്നില്ലേ? അവൻ വരുന്നുണ്ട്. അവന്റെ മുമ്പിൽ നിന്റെ തൊള്ള തുറന്നുള്ള റേറ്റ് താത്തരുത് കേട്ടോ. ഹോൾസെയിൽ ആ അത് തന്നെ ജാടായിട്ട് നിൽക്കാം. കേട്ടോ ആ നമസ്തേ. ആ ഞാൻ ഇന്നലെ വന്നിരുന്നു. തരുന്നു. നമ്മളെ കണിക്കൊന്ന എല്ലാം എടുത്തോണ്ട് പോയി വിൽക്കാൻ വേണ്ടിയുള്ള. നമ്മൾ ഇന്നലെ റേറ്റ് പറഞ്ഞപ്പോ ചേട്ടൻ 30,000 രൂപ കുറഞ്ഞ് കൊടുക്കൂലെന്ന് പറഞ്ഞു. ഞാൻ 30,000 രൂപ കുറഞ്ഞ് കൊടുക്കൂല. ഞാൻ 25 രൂപ പറഞ്ഞതാണ്. 25 രൂപ പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ വല്ലയിടത്തും മേടിക്കാം. എന്റെ അടുത്ത് എന്റെ പൂവിന് 30,000 രൂപ 30,000 രൂപ. ശരി. അപ്പൊ ഇനി ഇപ്പൊ ചേട്ടൻ പറഞ്ഞ വാക്ക് മാറ്റണ്ട. 30,000 രൂപ നമുക്ക് ഫിക്സ് ചെയ്യാം. പക്ഷേ അത് ഞാൻ ഇന്നലെ പറഞ്ഞ റേറ്റ് അല്ല. ഇന്ന് ഞാൻ പറഞ്ഞു എനിക്ക് 40,000 രൂപ കിട്ടണം. അല്ല ഒരു മിനിറ്റ്. എന്താണ് ഈ പറയുന്നത്? 30,000 രൂപയ്ക്ക് സമ്മതിച്ചില്ല. അതിനങ്ങ് ഉറപ്പിക്കാൻ നോക്കി. അത് ഇന്നാകുമ്പോഴത്തേക്ക് അത് 10,000 രൂപ കൂടും. ഇത്ര പിശുക്കത്തരം കാണിക്കല്ലേ. ഉള്ള പൈസ വാങ്ങിച്ചെടുക്കാൻ അങ്ങനെയുള്ള പൈസ മേടിച്ചെടുക്കാൻ പറ്റില്ലെന്നേ. 30 രൂപയ്ക്ക് അങ്ങ് ഫിക്സ് ചെയ്യാം. നമുക്ക് കാര്യം ഇത് വിൽക്കുകയാണെങ്കിൽ എത്ര സമയം എടുക്കുന്ന അറിയട്ടെ. എത്ര സ്ഥലങ്ങൾ കൊണ്ടിട്ട് നമുക്ക് ഇത് വിൽക്കാൻ പറ്റുന്നത്. ഒന്നും കിട്ടത്തില്ല കേട്ടോ. ലാഭം അതുകൊണ്ട് കിട്ടില്ല. എന്തിനാ ആ പണിക്ക് പോകണം? നീ വീട്ടിൽ പോകും. അല്ല വിഷു ആയതുകൊണ്ട് ചെയ്യാമല്ലോ. ചേട്ടന് ഇപ്പൊ എത്ര വേണം? ഇന്നാണ് എനിക്ക് 40,000 രൂപ. 40,000 രൂപ. ശരി ഫിക്സ് ചെയ്യാം. ഞാൻ അഡ്വാൻസ് കൈ തുടങ്ങി തന്നെ. അഡ്വാൻസ് വേണ്ട. അല്ല അഡ്വാൻസ് തരാം. അതൊരു വിശ്വാസം എന്റെ അടുത്ത് എടുക്കരുത്. എനിക്ക് വേണ്ട. അഡ്വാൻസ് വേണ്ട. വേണ്ട. അപ്പൊ അത് ഫിക്സ് ചെയ്യാലോ? ആ ഫിക്സ് ചെയ്യാം. ഇതിന്റെ വേറെ മാറ്റൊന്നും വരരുത്. അപ്പൊ നാളെ വൈകുന്നേരം ഞാളിനെ കൊണ്ടുവരും. പൂ പറിക്കാൻ വരും. 40,000 രൂപ. ചേട്ടാ ഓക്കെ. ശരി ചേച്ചി. ശരി ശരി ശരി. അവന്റെ അപ്പനെ വിട്ട കാല് എന്റെ. അതെ, ആ പൈസ അങ്ങ് വാങ്ങിച്ചെടുക്കാൻ വയ്യായിരുന്നു അഡ്വാൻസ് തന്നത്. നീ മണ്ടിയാണ്. നീ എന്ത് മണ്ടി? എടി അവൻ ഇന്നലെ മിഞ്ഞാന്ന മമ്പനെ എത്ര 30,000 രൂപ പറഞ്ഞു. ഇന്ന് 40,000 രൂപ പറഞ്ഞു. നാളെ 50,000 രൂപ പറഞ്ഞു. നാളെ കഴിഞ്ഞ് വിഷുവിന്റെ അന്ന് 60,000 രൂപ എനിക്ക് അവന്റെ അടുത്ത് മേടിക്കാം. ഇന്ന് ഞാനിപ്പോ അഡ്വാൻസ് മേടിക്കാൻ കഴിഞ്ഞാൽ ഈ പൈസക്കാണ് എനിക്ക് മൊത്തം മേടിക്കാൻ പറ്റുള്ളൂ. എന്റെ പൊന്നോ, മനുഷ്യർക്ക് ഇത്ര അത്യാർത്ഥി പാടില്ല കേട്ടാ. എടി ഞാൻ അത്യാർത്ഥി ഇട്ടിട്ടാണ് ഈ സംഭവം മൊത്തം ഞാൻ ഉണ്ടാക്കിയത്. വലിയ കാര്യമായി പോയി. പറയാ സാറേ. സാറേ അവിടെയൊക്കെ വെട്ടി തീർത്ത്. ഓ ഇനി ഇവിടെ കുറച്ചേ ഉള്ളൂ. അത് വെട്ടിയിട്ട് വിളിക്കാൻ സാറിനെ അപ്പോൾ ഓൺ ചെയ്താൽ മതി. ഓ ശരി സാറേ. ശരി സാറേ. ഇതാണ് ഇതെന്താ പ്രശ്നം? ഞങ്ങൾ ടച്ചിങ് വെട്ടാൻ വന്നു. ടച്ചിങ് വെട്ടാനോ? എന്നാ ടച്ചിങ് വെട്ടാൻ? അത് ഞങ്ങൾ KSEB എന്ന് പറയുന്നു. ഈ ലൈനിൽ ടച്ചായി കിടക്കുന്ന മരങ്ങളെല്ലാം വെട്ടിയാണ് വരുന്നത്. ആ ജംഗ്ഷൻ മുതൽ ഇതുവരെ ഉള്ള മരങ്ങളെല്ലാം വെട്ടി. ഇനി ഈ കൊന്നമരം കൂടെ വെട്ടിയാ കഴിഞ്ഞു. കൊന്നമരം വെട്ടാനോ? കൊല്ലിക്കാൻ 50,000 രൂപയ്ക്ക് പറഞ്ഞു വെച്ചേക്കണ സംഭവം പണിക്കൊന്ന. അല്ല അത് ടച്ച് ഇട്ടില്ലല്ലോ. ടച്ച് ചെയ്തിടക്കാണ്. നിങ്ങൾക്ക് 50,000 രൂപയല്ലേ? അപ്പുറത്ത് 5 ലക്ഷം പറഞ്ഞ ഒരു തേക്കാണ് നിസ്സാരമായിട്ട് വെട്ടിമുറിച്ച് അവിടെ ഇട്ടേക്കുന്നത്. വെട്ടണോ? അങ്ങനെ വിഷു സ്പെഷ്യൽ എപ്പിസോഡ് ഇതാ ഞങ്ങളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഒരിക്കൽ കൂടി എല്ലാ പ്രേക്ഷകർക്കും ഹാപ്പി വിഷു ആശംസകൾ. എന്നാലും നമ്മൾ പ്രേക്ഷകരോട് ഒന്നും കൂടെ പറയാണ്, ഇക്ക നമ്മൾ ഇനി വരുമ്പോൾ, ഫക്രുചേട്ടാ നമ്മൾ ഇനി വരുമ്പോൾ പുതിയ രൂപത്തിലും പുതിയ ഭാവത്തിലും ആയിരിക്കും ഞങ്ങൾ വരുന്നത്. അതെന്താന്നുള്ളത് നിങ്ങൾ നേരിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ബിഫോർ ദാറ്റ് എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത് വിഷുവായിട്ട്? ജാതി മതഭേദമന്യേ എല്ലാവർക്കും എല്ലാ ഐശ്വര്യവും ആരോഗ്യവും ദീർഘായുസും സമ്പൽ സമൃദ്ധിയും സർവശക്തനായ തമ്പുരാൻ നൽകട്ടെ. താങ്ക് യു സോ മച്ച്. വിത്ത് ദിസ് നോട്ട് നമ്മൾ ഇന്ന് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത ദിവസം കാണാം. അതുവരേക്കും Costume courtesy for Nadir Shah, London Classic Casual Shirts. Costume courtesy for Guinness Pakru, Max. Costume courtesy for Elena, Ladies Planet. Jewelry courtesy for Elena, Ladies Planet Rental Jewelry.